ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ ഗൂഗിൾ പിക്സലിൻ്റെ 6 സീരീസോ അല്ലെങ്കിൽ 7 സീരീസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കും അത് ഓൾറെഡി നമ്മുടെ ഗൂഗിൾ സപ്പോർട്ട് ഇതിന് കൊടുക്കുന്നത്, അതായത് OS അപ്ഡേറ്റ് കൊടുക്കുന്നത് 3 കൊല്ലമായിരുന്നു. അതായത് നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് 3 കൊല്ലം. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ ഇപ്പോൾ പിക്സൽ 7 ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഫോൺ ഓൾറെഡി അത് ലോഞ്ച് അയക്കുന്നത് ആൻഡ്രോയിഡ് 13 എന്നാണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് 13, 14, 15 ആ 3 കൊല്ലത്തെ സീരീസ് ഓഫ് OS അപ്ഡേറ്റ് ആണ് നമുക്ക് നോർമലി കിട്ടുക. പക്ഷേ ഇപ്പോൾ ഗൂഗിൾ അതിൻ്റെ ഇത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഡിവൈസുകളൊക്കെ ഇനിയിപ്പോൾ 5 കൊല്ലത്തിൻ്റെ OS അപ്ഡേറ്റ് കിട്ടും കേട്ടോ. അതായത് ഇപ്പോൾ നമുക്കതിൽ ഗൂഗിൾ പിക്സൽ ഫോൾഡ്, നോർമൽ പണ്ടത്തെ ഫോൾഡ് വരും, പിക്സൽ 7a വരും, പിക്സൽ 7 Pro വരും, പിക്സൽ 7 വരും, പിക്സൽ 6a വരും, 6 Pro വരും, 6 വരും. അപ്പോൾ 7ൻ്റെ വീഡിയോ നമ്മൾ ഇന്നലെ ഇട്ടുണ്ടായിരുന്നു. 7 ഇപ്പോൾ വാങ്ങിക്കുന്നത് നല്ലതാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30,000 താഴെയൊക്കെ നമുക്കിപ്പോൾ ഓഫറിൽ സംഭവം അവൈലബിൾ ആണ് പിക്സൽ 7. അപ്പോൾ ആ സാധനത്തിന് തന്നെ നമുക്കിപ്പോൾ 5 കൊല്ലം OS അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിന് ആക്ച്വലി അതിൻ്റെ പ്രൊസസ്സർ അത്രയ്ക്ക് താങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ടെൻസർ 2 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നമുക്ക് പിക്സൽ ഫോണിലൊന്നും ഗെയിമിംഗ് ഒന്നും സംഭവമൊന്നും പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സാംസങ് എക്സിനോസിൻ്റെ ഒരു ഡൗൺഗ്രേഡ് എഡിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ പിക്സൽ UI-ൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് അത് സ്മൂത്തായിട്ടും ബട്ടർ സ്മൂത്തായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ 5 കൊല്ലം അപ്ഡേറ്റ് വരുമ്പോൾ, അതായത് ഇപ്പോൾ ആൻഡ്രോയിഡ് 18 ആൻഡ്രോയിഡ് 19 ഒക്കെ ആകുമ്പോൾ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോർമലി ഇത്ര കാലം എനിക്ക് ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ പിക്സൽ 7 ഇപ്പോൾ വാങ്ങിച്ചാൽ തന്നെ എനിക്ക് തോന്നാം മാക്സിമം നിങ്ങൾ ചിലപ്പോൾ 2 കൊല്ലം 3 കൊല്ലമൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ആ തരത്തിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ആവറേജ് യൂസേഴ്സിനൊക്കെ സ്മൂത്തായിട്ട് തന്നെ പിക്സൽ 7 വർക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ എന്താ പറയുക, അവരുടെ ചിപ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇൻറ്റഗ്രേഷനായിട്ടും അതിൻ്റെ കോമ്പാറ്റബിലിറ്റി ഒക്കെ ഭയങ്കര, നിങ്ങൾക്കറിയാം പിക്സൽ 7 യൂസ് ചെയ്യുന്നതും ഭയങ്കര ബട്ടർ സ്മൂത്താണ്. നിങ്ങൾ ഓൾറെഡി ഒരു പിക്സൽ UI ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളൊരു പിക്സൽ ഫോൺ ഇതുവരെ ഉപയോഗിച്ചാൽ നിങ്ങൾ ഒന്ന് ട്രൈ നോക്കാൻ. എന്താ വെച്ചാൽ അത്രയ്ക്ക് ഒരു ഡിഫറൻസ്, ഒരു എന്താ പറയുക സ്പെഷ്യൽ ഫീലിംഗ് പോലെയാണ്. നമ്മൾ നോർമൽ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന പോലെയല്ല, ഒരു വ്യത്യാസമാണ്. ഭയങ്കര ബട്ടർ സ്മൂത്ത് ആയിട്ട് എന്തോ ഒരു കിടിലൻ ഹൈ എൻഡ് സാധനം ഉപയോഗിക്കുന്ന പോലെയൊക്കെ പറയുമ്പോൾ അതിൻ്റെ പ്രൊസസ്സർ ഒരു മിഡിൽ ക്ലാസ് പ്രൊസസ്സർ ആണെങ്കിലും പക്ഷേ നമുക്കത് തോന്നില്ല. അത്രയ്ക്കും അത് തന്നെ കോൺഫിഗർ ചെയ്തിട്ടാണ് ഒരു ആ UI ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ട്രൈ നോക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ നിങ്ങളൊരു പിക്സൽ ഫോൺ, ഒരു ബഡ്ജറ്റ് പിക്സൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ പിക്സൽ 7 ഇപ്പോഴും നല്ലൊരു ബൈ തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് 30,000 താഴെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ പിക്സലിൻ്റെ UI ആൻഡ് സപ്പോർട്ട്, ക്ലീൻ UI സംഭവം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ പിക്സൽ 7 സീരീസിനും പിക്സൽ 6 സീരീസിനും നമുക്ക് എന്തായാലും 5 കൊല്ലത്തിൻ്റെ OS അപ്ഡേറ്റ് ഉറപ്പാണ് കേട്ടോ. എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രം പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്ന അടുത്ത വീഡിയോ കാണാം. ബൈ.